നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കേൾവിക്കുറവ് ഒരു വല്ലാത്ത പ്രശ്നം തന്നെയാണ്. പലപ്പോഴും ചെറിയ കുഞ്ഞിനുണ്ടാകുന്ന കേൾവിക്കുറവുകൾ പ്രശ്നങ്ങളൊന്നും തിരിച്ചറിയാതെ പോവുകയും ചികിത്സ ഒരുപാട് വൈകുന്നത് മൂലം ജീവിതകാലം മുഴുവൻ ഇവർ ഈ കേൾവിക്കുറവുമായി ജീവിക്കേണ്ട അവസ്ഥയും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്ന് കേരളത്തിൽ ഇതിന് കൃത്യമായ ചികിത്സാ സൗകര്യങ്ങളുണ്ട്. ഇത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞാൽ കൃത്യമായ ചികിത്സയിലൂടെ പൂർണ്ണമായി ഭേദമാക്കാവുന്ന ഒരവസ്ഥയാണ് കേൾവിക്കുറവ്. കുട്ടികളിലുണ്ടാകുന്ന കേൾവിക്കുറവ്, പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ENT സർജനായ ഡോക്ടർ പ്രീതി മേരി. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ഇപ്പം കേൾവിക്കുറവ് ശരിക്കും അതെ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ഇങ്ങനെ കാണാം, ഡഫ് ആൻഡ് ഡംബ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളെ കാണാം. പ്രശ്നം തുടങ്ങുന്നത് കേൾവി പ്രശ്നങ്ങളിൽ നിന്നാണെന്നും അറിയാം. എന്നാൽ ഇന്ന് കേരളത്തിൽ ധാരാളം ചികിത്സകളുണ്ടെന്നറിയാം. നവജാത ശിശുക്കൾക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു ഡെഫ് ആൻഡ് ഡംബ് എന്നാണ് നമ്മളെപ്പോഴും പറയുന്നത്. കേൾക്കാത്തത് കൊണ്ടാണ് സംസാരിക്കാത്തത്, ഡെഫ് ആയതുകൊണ്ടാണ്. അല്ലാതെ ആ കുട്ടികൾക്ക് സംസാരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായതുകൊണ്ടല്ല അവർ സംസാരിക്കാത്തത്. അപ്പോൾ ഒരു കുട്ടി സംസാരിക്കണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കേൾക്കണം. അപ്പം ഒരു കുഞ്ഞിന് വരുന്നൊരു കേൾവിക്കുറവ്, ഇപ്പോൾ ഒരു നവജാത ശിശു, കുഞ്ഞിന് ഒരു ആവശ്യങ്ങളുമില്ല. കുഞ്ഞ് കരയുമ്പോൾ അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം അത് വിശന്നിട്ടാണോ, വേദന എടുത്തിട്ടാണോ, അതോ വേറെ എന്തെങ്കിലും ആവശ്യമാണോ. അപ്പോൾ കുഞ്ഞിനെ ഒന്നും ചോദിച്ച് വാങ്ങിക്കേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ ഒരു ആവശ്യവും ചോദിച്ച് മേടിക്കേണ്ടി വരുന്നില്ല. എല്ലാം അറിഞ്ഞ് ചെയ്തു കൊടുക്കാനായിട്ട് മുതിർന്നവരുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ കേൾവിക്കുറവ് നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളിൽ മിസ് ചെയ്തു പോകുന്നുണ്ട്. അപ്പം ഒരു പക്ഷേ ഒരു 2 വയസ്സ് അല്ലെങ്കിൽ ഒരു 4 വയസ്സ് വരുമ്പോൾ സംസാരം നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാതെ വരുമ്പോഴാണ് പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ കേൾവിക്കുറവുണ്ടായിരുന്നോ എന്ന് പലപ്പോഴും നമുക്ക് സംശയം വരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ജനിച്ച ഉടനെ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. കേൾവി കുറവ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് OA എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെസ്റ്റാണ്. മിക്ക ആശുപത്രികളിലും അവൈലബിൾ ആണ്. പക്ഷേ ആ കുട്ടികളിൽ പലപ്പോഴും ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 3 ദിവസം അമ്മ ഡിസ്ചാർജ് ആവുന്നതിന് ഒരു 3 ദിവസത്തിന് മുമ്പ് പലപ്പോഴും ഈ ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കുന്നു. അപ്പോൾ ചില കുട്ടികളിൽ പലപ്പോഴും ആ ടെസ്റ്റിൽ ഇപ്പോൾ വളരെ നേരത്തെയാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ജനിച്ച ഉടനെ കുട്ടിയുടെ ചെവിക്കകത്ത് ചെവിക്കായം ഉണ്ടാവാം, ഒരു പക്ഷേ ഇതിനകത്തുള്ള ഫ്ലൂയിഡുകളോ എന്തിൻ്റെ പ്രശ്നം കൊണ്ട് ആ ടെസ്റ്റ് വിചാരിച്ച രീതിയിൽ അത് പാസ്സായില്ലെങ്കിൽ പിന്നെ രണ്ടാമത് വന്ന് അത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പലപ്പോഴും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതല്ല സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ ആശുപത്രി വിടുന്നതിന് മുമ്പേ അതിനൊരു തീരുമാനമാക്കിയിട്ട് പോവുകയാണെങ്കിൽ ആ കുട്ടികളിൽ പലപ്പോഴും നമ്മൾ ആ സ്ക്രീനിങ് നടന്നു കഴിഞ്ഞിരിക്കും. അതേസമയം അല്ലാത്ത കുഞ്ഞുങ്ങളിൽ നമ്മൾ അതിനൊരു എഫേർട്ട് എടുത്ത് സ്ക്രീൻ ചെയ്ത് നോക്കണം. പലപ്പോഴും ഈ കൊച്ചുകുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ, അത് ഇത്ര ദിവസമൊക്കെ ആകുമ്പോഴേക്കും ചെറിയ ചെറിയ കേൾവി പ്രശ്നങ്ങളുണ്ട് എന്ന് ഒരു ടെൻഷൻ, പ്രത്യേകിച്ച് അമ്മമാർക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ടെൻഷൻസാണ്. അതിലൊന്ന് തന്നെയാണിത്. എന്നാൽ പ്രായമായവരൊക്കെ പറയും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇതിങ്ങനെ നീണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് ലക്ഷണങ്ങൾ കണ്ടാലാണ് നമ്മൾക്ക് ഒന്ന് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകണം, ഈ കാര്യം ഒന്ന് നോക്കണം എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്? കുഞ്ഞിൻ്റെ ഒരു ആദ്യത്തെ ഡോക്ടർ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു രക്ഷിതാവ് എന്ന് പറയുന്നത് അമ്മയാണ്. അമ്മയുടെ ഒരു സംശയമാണ് പലപ്പോഴും അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കരുതുന്നത്. പ്രത്യേകിച്ച് ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേൽക്കുക, കരയുക, അതല്ലെങ്കിൽ ഇപ്പം ഒരു കോളിംഗ് ബെല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒച്ചയിലുള്ളൊരു ശബ്ദം കേൾക്കുമ്പോൾ കുട്ടി അതിനകത്ത് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അമ്മമാർ പലപ്പോഴും ആ സംശയങ്ങളായിട്ട് വരാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ചിലർ എന്തെങ്കിലും ഒച്ചയുള്ള ചെറിയ കിൽക്കട്ടം പോലത്തെ സാധനങ്ങൾ എനിക്ക് നോക്കിയിട്ട് ഈ കൊച്ചിന് കേൾക്കുന്നുണ്ടോ, അത് ഒരു കൃത്യമായ ഒരു ടെസ്റ്റ് അല്ല. പക്ഷെ പലപ്പോഴും അമ്മമാരുടെ സംശയം വളരെ പ്രധാനമാണ്. ഒരു അമ്മ കുട്ടിക്ക് കേൾവിക്കുറവുണ്ടോ എന്നൊരു സംശയമായിട്ട് വന്നാൽ ഒരിക്കലും അത് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ചില കുഞ്ഞുങ്ങൾ നമ്മൾ അറ്റ് റിസ്ക് ബേബീസ് എന്ന് പറയും. അതായത് മാസം തികയാതെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ബർത്ത് വെയിറ്റ് ഒരു 1.5 കിലോയിൽ താഴെ വരുന്നത്, അല്ലെങ്കിൽ ജനിച്ചു കഴിയുമ്പോൾ ഉടനെ ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തം, മെനിഞ്ചൈറ്റിസ്, അങ്ങനെ പലവിധ അസുഖങ്ങൾ കാരണം ഒരുപക്ഷെ ഒരു ICUയിൽ കുറച്ച് ദിവസം കിടക്കേണ്ടി വരുന്ന, കൂടുതൽ ദിവസം ആശുപത്രി വാസം വേണ്ടി വന്നിരിക്കുന്ന നവജാത ശിശുക്കൾ, ഇവരൊക്കെ നമ്മൾ അറ്റ് റിസ്ക് ബേബീസ് എന്ന് പറയും. ഇവരെയൊക്കെ പ്രത്യേകമായിട്ടും നമ്മൾ കേൾവിക്ക് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്, അതിനുശേഷം തുടരാം. ഹലോ ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. മയ്യനാട്ടിൽ നിന്ന് രചിതയാണ് വിളിക്കുന്നത്. എന്താ സംശയം? മോൾക്ക് 6 വയസ്സുണ്ട്. പിന്നെ കേൾവിക്ക് അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്നാലും നമ്മൾ 3-4 വട്ടമൊക്കെ വിളിച്ചു കഴിയുമ്പോഴും അവളിങ്ങനെ പിന്നെ കേൾക്കാത്ത മാതിരിയൊക്കെ നിന്നിട്ട് 4ാമതൊക്കെ വിളിക്കുമ്പോഴായിരിക്കും ഒന്ന് നോക്കുന്നത്. ഒരു ശ്രദ്ധക്കുറവാണോ ഇനി കേൾവി കുറവാണോ എന്ന് ഒരു ഡൗട്ട്. ഇത് എത്ര നാളായിട്ടുണ്ട് ഈ കേൾവിക്കുറവ് തോന്നുന്നത്? ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ടേ തോന്നിയിട്ടുള്ളോ അതോ കുറച്ച് ജനിച്ചപ്പോ? ഇപ്പൊ ഈ ഇട വെച്ചാണ് TV ഒക്കെ കണ്ടോണ്ട് നിൽക്കുമ്പോഴും വേറെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണ്ട് നിൽക്കുമ്പോ നമ്മൾ വിളിക്കുന്നതൊന്നും കേൾക്കാത്ത മാതിരി. കൂടെ ജലദോഷം വരുന്നുണ്ടോ കുഞ്ഞിന്?
ജലദോഷമല്ല, ഒരു കഫക്കെട്ടൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. കുട്ടികളിൽ ഈ പ്രായത്തിൽ വളരെ സാധാരണയായിട്ട് കാണുന്ന ചെവിയിൽ നീർക്കെട്ട് വരാം. അതായത് പ്രത്യേകിച്ച് ജലദോഷം ഇതൊക്കെ നമ്മൾ ഒരു 6 വയസ്സ് 8 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് കൂടുതലായിട്ടും ചെവിയിൽ അല്ലെങ്കിൽ ജലദോഷം വന്നിട്ട് നമുക്ക് മൂക്കും ചെവിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ട്യൂബുണ്ട്. അപ്പോൾ അതിൽ വഴി ഇൻഫെക്ഷന് നമുക്ക് ചെവിയിലിട്ട് കയറാം, നീർക്കെട്ടും ഇതൊക്കെ വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒന്ന് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അതൊന്ന് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവാണ്, ചോദിച്ചോളൂ. എന്റെ കുട്ടിക്ക് 3 വയസ്സാവാനായേ സംസാരിക്കാൻ അങ്ങനെ കിട്ടുന്നില്ല. കുട്ടിയുടെ കേൾവി നേരത്തെ പരിശോധിച്ചിട്ടുണ്ടോ? പരിശോധിച്ചിട്ടില്ല, പക്ഷെ എന്ത് പറഞ്ഞാലും കേൾക്കണൊക്കെ ഉണ്ട്. കേൾവി കുറവായിട്ട് തോന്നുന്നില്ല, പക്ഷെ സംസാരിക്കുന്നില്ല. തോന്നണില്ല. വീട്ടിലാരെങ്കിലും വളരെ വൈകി സംസാരിച്ച കൂട്ടത്തിലുണ്ടോ? കുടുംബത്തിൽ അങ്ങനെയൊന്നുമില്ല. ഏതായാലും 3 വയസ്സായ കുട്ടി, നമ്മൾ ശരിക്കും പറയുന്നത് ഒരു ഫസ്റ്റ് ബർത്ത്ഡേ അല്ലെങ്കിൽ 1 വയസ്സാകുമ്പോൾ ഒരു വാക്ക്, രണ്ടാമത്തെ ബർത്ത്ഡേ ആകുമ്പോഴേക്കും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ്, അതായത് 2 വാക്കെങ്കിലും ഉള്ള ഒരു സെൻറ്റൻസ് പറയണം എന്നുള്ളതാണ്. അപ്പോൾ കുട്ടി ഒട്ടും ഒന്നും പറയുന്നില്ലേ? അച്ഛ, അമ്മ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അമ്മ വാപ്പ എന്നൊക്കെ പറയുന്നുണ്ട്, പിന്നെ അമ്മമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ഒച്ചയൊക്കെ കേട്ടാൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ കോളിംഗ് ബെല്ലൊക്കെ കിട്ടുന്നില്ല. ഓക്കെ, കോളിംഗ് ബെല്ലൊക്കെ അടിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുമോ? അകത്ത് മുറിയിലിരിക്കുന്ന കുട്ടി ഒച്ചയൊക്കെ കേട്ടാൽ ശ്രദ്ധിക്കും. എന്ത് സൗണ്ട് കേട്ടാലും ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് കേൾവി കുട്ടിക്ക് കൃത്യമാണെന്ന് തീർച്ചയായിട്ടും ബോധ്യമുണ്ടെങ്കിൽ, അതായത് നമ്മൾ അതിനകത്തൊരു തീരുമാനം എടുക്കുന്നതിൽ നല്ലത് ഒരു ഡോക്ടറെ കാണിച്ച് കുട്ടിയുടെ കേൾവിക്ക് കുഴപ്പമൊന്നും ഇല്ല, തകരാറൊന്നും ഇല്ല എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തുകയാണെങ്കിൽ നമുക്കത് വെയിറ്റ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. അതേസമയം നമുക്ക് കേൾവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു 3 വയസ്സെന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. നമുക്ക് ഒത്തിരി സമയം അതിനകത്ത് കളയാനില്ല. അതേസമയം കുട്ടിയുടെ കേൾവി നോർമലാണെന്ന് നമ്മൾ തീർച്ചപ്പെടുത്തുകയാണെങ്കിൽ അതിന് വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പി എന്തെങ്കിലും വേണമെന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ടിട്ട് ചെയ്യേണ്ടതാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ചോദിച്ചോളൂ. ഞാൻ കാസർഗോഡ് നിന്ന് സ്നേഹിയാണ് ഡോക്ടറെ. പറഞ്ഞോളൂ. അത് പറഞ്ഞെങ്കിൽ 1.5 വയസ്സായ കുട്ടിയാണ്. അത് അത് പെട്ടെന്ന് മുന്നേ ഫസ്റ്റ് കുട്ടി ജനിച്ച് കുറച്ച് കഴിയുമ്പോഴെല്ലാം കേൾക്കുന്നുള്ള രീതിയിൽ അമ്മക്ക് തോന്നിയായിരുന്നു. പിന്നീട് വലിയ ഒച്ച കേൾക്കുമ്പോ ഒന്നും പ്രതികരിക്കുന്നില്ല ഒച്ചയോട്. ശരി. എന്നിട്ട് ഇപ്പം ഡോക്ടറെ കാണിച്ചപ്പം പറഞ്ഞു അത് ചെവിയിലൊരു പഴുപ്പ് വന്നിട്ട് കവക്കെട്ട് നല്ലോണായി, അങ്ങനെ പഴുപ്പ് വന്നിട്ട് ഞരവി വീക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ഇനി അത് ഫിസിയോതെറാപ്പി ചെയ്ത് അല്ലെങ്കിൽ ചെവിയിൽ ഒരു സാധനം വെച്ച് കഴിഞ്ഞാല് കുറെ കഴിഞ്ഞ് അത് ചെവി കേൾക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഇപ്പം ഇപ്പം അവര് മൈസൂർ കാണിക്കാന്ന് ചെയ്യുന്നത്. അപ്പം അത് ഫിസിയോതെറാപ്പി ചെയ്ത് 2 മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പറേഷൻ വേണോന്നുള്ളത് തീരുമാനിക്കാന്ന് പറഞ്ഞു. കുട്ടിക്ക് ഇപ്പൊ ശ്രവണ സഹായി ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ട്. 2 വശത്തും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അവിടെ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട് മൈസൂർ? പോകുന്നുണ്ട്. അപ്പൊ 2 സൈഡിലും ഞരമ്പിന് കേൾവിക്കുറവുണ്ടെന്നാണോ പറഞ്ഞിരിക്കുന്നത്? ഞരമ്പിന് തകരാറുണ്ടെന്നാണ്. അപ്പൊ ഇതിനകത്ത് അത് തന്നെയാണ് അതിന്റെ ശരിയായിട്ടുള്ള ചികിത്സാ രീതി. നമ്മളൊരു കുഞ്ഞിന്റെ കേൾവിക്ക് തകരാറുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഹിയറിംഗ് എയ്ഡ് അല്ലെങ്കിൽ ശ്രവണ സഹായി വെച്ച്, കുട്ടിക്ക് ഉപയോഗമുള്ളൊരു ശ്രവണ സഹായി വെച്ചിട്ട് നമ്മൾ കുറച്ചൊരു ട്രെയിനിങ് കൊടുത്തു നോക്കും. എന്നുവെച്ചാൽ നമ്മുടെ ടെസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ജഡ്ജ്മെൻറ്റുകളൊക്കെ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ കുട്ടിക്ക് അത് വെച്ചിട്ട് കേൾവി ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. അതിൽ വ്യത്യാസമില്ലെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റ് എന്നുള്ള ഓപ്പറേഷൻ ചെയ്യുന്നതായിരിക്കും കുട്ടിക്ക് നല്ലത്. ഇപ്പോൾ 1.5 വയസ്സേ ആയിട്ടുള്ളൂ, നമുക്ക് സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 2-3 മാസം ഒരു ഇൻറ്റൻസീവായിട്ടൊരു ഓഡിറ്ററി വെർബൽ തെറാപ്പി എന്ന് പറയും, ഫിസിയോതെറാപ്പി അല്ല, ഓഡിറ്ററി വെർബൽ തെറാപ്പി. അതായത് കുട്ടിയെ സംസാരിപ്പിക്കാനും കേൾക്കാനും പരിശീലിപ്പിക്കുന്ന ഒരു തെറാപ്പിയാണത്. അപ്പോൾ അതിൽ കുട്ടിക്ക് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഓപ്പറേഷനെ കുറിച്ച് ആലോചിക്കണം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ. ഹലോ, നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. മാഡം, എന്റെ പേര് ഷാലിൻ എന്നാണ്, കൊച്ചിന്നാണ് വിളിക്കുന്നത്. എന്റെ മോന് 2.5 വയസ്സ് കഴിഞ്ഞു. അപ്പം അവന് സംസാരിക്കുന്ന ഇപ്പം വേർഡ്സ് മാത്രമേ പറയുള്ളൂ, സെന്റൻസ് ആയിട്ട് പറയില്ല. പിന്നെ നമ്മള് കേൾവിക്കുറവുണ്ടെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് ഉറക്കം വിളിക്കുമ്പോഴൊക്കെ കേൾക്കാറുണ്ട്, കോളിംഗ് ബെല്ലൊക്കെ അടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ എങ്ങനെ കൺഫേം ചെയ്യുന്നത് കേൾവിക്കുറവ് ഉണ്ടോ? ബിക്കോസ് എന്റെ ബ്രദറിന്റെ മോന്, വിച്ച് മീൻസ് എന്റെ വൈഫും എന്റെ വൈഫിന്റെ ബ്രദറിന്റെ വൈഫും അവര് സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ ബ്രദേഴ്സ്. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ അവന്റെ മോനും ഇതുപോലെ 6 വയസ്സാണ്, കേൾവിക്കുറവ് മെഷീൻ വെച്ചിരിക്കാം. അപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടെന്നുള്ള ഒരു ഡൗട്ട്.
നമ്മൾ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ കുടുംബത്തിലൊരു കുട്ടിക്കുണ്ട്, അപ്പം നമുക്ക് പാരമ്പര്യം ഈ കേൾവിക്കുറവിന് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പം അങ്ങനെ കുടുംബത്തിലൊരാൾക്ക് ഉള്ളത് കൊണ്ടും പ്രത്യേകിച്ചും നമുക്ക് കേൾവിക്കുറവ് എന്തെങ്കിലും, ഇപ്പം നമ്മൾ കേൾവിക്കുറവെന്ന് പറയുന്നത് കേൾവി ഉള്ളതും കേൾവി കംപ്ലീറ്റ് ഇല്ലാത്തതും തമ്മിൻ്റെ ഇടയിൽ കുറേ ഇതുണ്ട്. അതായത് കേൾവിക്കുറവിൻ്റെ തോതിൽ വ്യത്യാസം വരാം. അപ്പം കുഞ്ഞിന് എന്തോരം കേൾവിക്കുറവുണ്ടോ അത് നോർമലാണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഒരു ആശുപത്രിയിൽ ചെന്ന് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം നമ്മൾ ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ ടി വി വെക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പോഴൊക്കെ അങ്ങനെ നമ്മൾ പറഞ്ഞൊരു അസസ്മെൻറ്റ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു ഒബ്ജക്റ്റീവായിട്ട് നമ്മളൊരു ആശുപത്രിയിൽ ചെന്ന് കേൾവി ടെസ്റ്റ് ചെയ്യണം. പ്രത്യേകിച്ച് 2.5 വയസ്സുള്ള കുട്ടിയാകുമ്പോൾ നമ്മൾ ആ കേൾവി കുറവ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, അതല്ലെങ്കിൽ അതിൻ്റെ തോതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണം, പ്രത്യേകിച്ച് ഒരു കുടുംബത്തിലൊരാൾക്കുള്ള സ്ഥിതിക്ക്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ. എന്റെ മൂത്ത മകന് 1ാം ക്ലാസ്സിൽ പഠിക്കാണ്. ആ. അപ്പൊ അവന് കുഴപ്പമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 വയസ്സ് മുതൽ അഴുക്ക് അടിഞ്ഞു കൂടിയിട്ട് അത് ENT കൊണ്ടേ കാണിച്ചു പുള്ളി ഡോക്ടർ അത് തോണ്ടി എടുത്ത വഴി വേദനിച്ചിട്ട് പിന്നെ ആ അഴുക്ക് എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അപ്പൊ അടിഞ്ഞു കൂടിയിട്ട് ഇപ്പൊ കട്ട പിടിച്ച് താറ് പോലെ ഇരിക്കുക ഒരു ചെവി. കേൾവിശക്തിയും കുറവുണ്ട്. കേൾവിക്കുറവായിട്ട് തോന്നുന്നുണ്ട്. മോനിപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1ാം ക്ലാസ്സിൽ. 1ാം ക്ലാസ്സിൽ. നമുക്ക് ചെവിക്കായം അടിഞ്ഞിരിക്കുന്നതിൽ നമുക്ക് അതിനകത്ത് അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മരുന്നുകളുണ്ട്. മരുന്ന് ഒഴിച്ചിട്ട് ഇപ്പോൾ കുട്ടികളിലാകുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റെങ്കിലും ആ മരുന്ന് ഒഴിച്ചിട്ട് കിടക്കണം. 2 വശത്ത് മാറി മാറി ഒഴിച്ച് ഒരു 2-3 പ്രാവശ്യം. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ രാവിലെയും വൈകിട്ടും കിടക്കാൻ നേരത്ത് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് കാണിച്ച് ഒന്ന് ചെയ്യണം. അപ്പോൾ കുട്ടികൾ നമുക്ക് പൊതുവേ പേടിയായിരിക്കും ചെയ്യാനായിട്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മളത് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ വേദന എടുക്കില്ല കുട്ടികൾക്ക്. രണ്ടെങ്കിലും കാണിച്ചിട്ട് പിന്നെ നമ്മൾ അകത്ത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നീർക്കെട്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെവിയുടെ പാടയും ചെവിയുടെ അകത്തേക്കും നമുക്ക് ചെവിക്കായം ഉള്ളപ്പോൾ കാണാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ചെവിക്കായം കൊണ്ട് തന്നെ കുറച്ച് ചെവിക്ക് അടപ്പ് വരെ, ഇപ്പോൾ ഈ പാറക്കല്ല് പോലെ അടിഞ്ഞ് അങ്ങനെ വളരെ ഹാർഡാണെങ്കിൽ അതെടുത്താൽ തന്നെ കുറേ വ്യത്യാസം വരാം. പിന്നെ അതിനകത്തും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ പലതരത്തിലുണ്ട് അല്ലേ കേൾവിക്കുറവ്, പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ലക്ഷണങ്ങൾ കൊണ്ട് വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുമോ? അതായത് നമ്മുടെ കേൾവി ചെവിയുടെ ഭാഗങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ പുറം ചെവിയുണ്ട്, ഒരു എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ ഒരു മിഡിൽ ഇയർ, ഇന്നർ ഇയർ എന്ന് പറഞ്ഞാൽ 2-3 ഭാഗങ്ങളായിട്ടാണ് അത് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ പുറമേയുള്ള ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ പുറമേയുള്ള ചെവി. അപ്പോൾ പുറത്തുനിന്നുള്ള ഒച്ചകളും ഇതെല്ലാം ചെവിയുടെ ആ ഒരു ഫണൽ പോലെ അതിനകത്തോട്ട് കയറ്റി കനാലിൽ കൂടെ ചെന്ന് ചെവിയുടെ പാട അല്ലെങ്കിൽ ചെവിക്കല്ലിൽ വന്ന് തട്ടി അകത്ത് ചെവിയുടെ ഞരമ്പിലോട്ട് കയറുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ഈ വഴിയിൽ പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് കേൾവിക്കുറവ് വരാം. അപ്പോൾ അത് സൗണ്ട് കണ്ടക്ട് ചെയ്യുന്നതിലാവാം, ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിന് രണ്ടിനും അല്ലെങ്കിൽ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ സെൻസറി ലോസ് എന്ന് രണ്ടിൻ്റെയും ചികിത്സാ രീതികൾ ലക്ഷണങ്ങളും വ്യത്യസ്തമാണ്. ഓക്കെ. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഉദാഹരണത്തിന് ഒരമ്മയ്ക്ക് സംശയം തോന്നുന്നു കുഞ്ഞിന് കേൾവി പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക, എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക? ഇത് കുട്ടിയുടെ പ്രായം അനുസരിച്ചിരിക്കും. ഇപ്പോൾ തീരെ ചെറിയ കുട്ടികളാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. OAE എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും നമുക്ക് സംശയമുണ്ട്, അതല്ലെങ്കിൽ അത് കുട്ടി അതിനകത്ത് ഇതാവുന്നു, അപ്പം അത് ക്ലിയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പടിയിലേക്ക് ബെറ എന്ന് പറയുന്ന ടെസ്റ്റാണ്. അത് കുറച്ചുകൂടെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ കുട്ടിയുടെ ഒരു സഹകരണം അതിനകത്ത് ആവശ്യമില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു 4-5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇപ്പോൾ നമ്മൾക്കൊരു മുതിർന്നവരിൽ കേൾവി ടെസ്റ്റ് ചെയ്യുന്ന പോലെ അവർക്ക് നമുക്ക് പരിശോധിക്കാൻ പറ്റില്ല. അവർ കുട്ടി പേടിയായിരിക്കാം, ഒരു പക്ഷേ ഒരു സ്ട്രേഞ്ചറിനെ കാണുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ പരിശോധിക്കുന്നുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ ഈ ബെറ ടെസ്റ്റാണ് നമ്മൾ പലപ്പോഴും അതിൻ്റെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് വെക്കുന്നത്. അപ്പോൾ അതിൽ ഒരുവിധം ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് കുട്ടിക്ക് കേൾവിക്കുറവുണ്ടോ, ആ ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ ഏതൊരു കുട്ടിയെ നമ്മൾ ടെസ്റ്റിന് വിടുന്നതിന് മുമ്പ് ആ കുട്ടിയെ നമ്മൾ നന്നായിട്ട് അവരുടെ വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്, കേസ് ഹിസ്റ്ററി, പിന്നെ കുട്ടിയുടെ ചെവിയുടെ പരിശോധന. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചെവിയുടെ പുറത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ചെവിയിൽ നീർക്കെട്ടുണ്ടോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിശോധനയിലൂടെ തിരിച്ചറിയാം. അപ്പം ഏതൊരു അസുഖത്തെ പോലെയും നമ്മളതിൻ്റെ സ്റ്റെപ്പായിട്ടുള്ള ഒരു പ്രോപ്പർ ഒരു ക്ലിനിക്കൽ ഹിസ്റ്ററി, പിന്നെ ഫർദർ ടെസ്റ്റുകളിൽ നിന്നാണ് നമ്മൾ എന്ത് തരത്തിലുള്ള കേൾവിക്കുറവാണ്, എന്തോരം കേൾവിക്കുറവുണ്ട്, പിന്നെ അതിനെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഞരമ്പുകളുടെ പ്രശ്നങ്ങൾ, ഈ ചെവിയിൽ അഴുക്കൊക്കെ വന്നിരുന്നിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ചികിത്സകൾ വളരെ കുറച്ച് മെഡിസിൻ കൊണ്ടൊക്കെ മാറ്റിയെടുക്കാവുന്നതാണോ? തീർച്ചയായും. അപ്പോൾ അതായത് പുറം ചെവിയിലോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മിഡിൽ ഇയറിൽ വരുന്ന പ്രോബ്ലംസ് മിക്കതും നമുക്ക് ഒരു പക്ഷേ മരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ഇപ്പം നമ്മൾ ചെവിയിൽ വെള്ളം കെട്ടി കുട്ടികൾക്ക് വളരെ സാധാരണമാണ് ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് എഫ്യൂഷൻ എന്ന് പറയുന്നത്, ഒരു ജലദോഷമൊക്കെ കഴിഞ്ഞ് ചെവിയിൽ നീർക്കെട്ട് വരുന്നത്. അപ്പം അങ്ങനെയുള്ള
കുട്ടികളിലൊക്കെ നമുക്കൊരു മിറിങ്കോട്ടമി, അത് ചെറിയൊരു ശസ്ത്രക്രിയ വഴി അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ചെവിയിൽ വേറെ പ്രശ്നങ്ങൾ, ചെവിയുടെ പാടയ്ക്ക് വരുന്ന പൊട്ടൽ, ഇതൊക്കെ നമുക്ക് പലപ്പോഴും അത്ര വലിയ അതല്ലാത്ത ചികിത്സാ രീതികൾ കൊണ്ട് ശരിയാക്കാവുന്നതാണ്. അതേസമയം ഞരമ്പ് സംബന്ധമായിട്ടുള്ള വരുന്നതിന് നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റ് പോലുള്ള നൂതന ചികിത്സാ രീതികൾ ആവശ്യമാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ വയനാട്ടിൽ നിന്നാണ്. പറഞ്ഞോളൂ. എന്റെ മോന് 2 വയസ്സായി, പക്ഷെ സംസാരം വളരെ കുറവാണ്. പിന്നെ കേൾവിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, കേൾക്കുന്നൊക്കെ ഉണ്ട്. ചെറിയൊരു ഒച്ച കേൾക്കുവാണെങ്കിലും അവൻ ശ്രദ്ധിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ സംസാരം വളരെ കുറവാണ്. കുറച്ച് വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കുട്ടിയുടെ കേൾവി നമ്മൾ നേരത്തെ പരിശോധിച്ചിട്ടുള്ളതാണല്ലോ അല്ലേ? കേൾവിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പൊ എന്തൊരു സൗണ്ട് കേട്ടാലും അവൻ വളരെ ശ്രദ്ധിച്ച് നിൽക്കാറുണ്ട്. എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് ചെയ്യാറുണ്ട്. എന്നാൽ സംസാരം വളരെ കുറവാണ്. കുറച്ച് വാക്കുകൾ മാത്രമേ പറയാറുള്ളൂ. ഇപ്പൊ 2 വയസ്സായി. കുട്ടികളിൽ നമ്മൾ 2 വയസ്സ് തൊട്ട് 4 വയസ്സ് വരെയാണ് നമ്മളൊരു സംസാരം ഡെവലപ്പ് ചെയ്യുന്ന സമയം. പിന്നെ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലേഷൻ, അതായത് കൂടുതലായിട്ട് കുട്ടിയോട് സംസാരിക്കുകയും കൂടുതലായിട്ട് കുട്ടിയെ ഇത് ചെയ്യുന്നതും കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കാനുള്ള പ്രവണത കാണിക്കാറുണ്ട്. അപ്പോൾ വേറെ കുഞ്ഞിന് തകരാറൊന്നും ഇല്ല, കേൾവിയിൽ തകരാറൊന്നും ഇല്ലെന്നെങ്കിൽ കൂടുതലായിട്ട് കുട്ടിയോട് സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് ആംഗ്യ ഭാഷകളും ഇതുകൊണ്ടൊന്നും ചെയ്തു കൊടുക്കരുത്. ഇപ്പം വെള്ളം വേണമെന്ന് വെച്ചാൽ ചൂണ്ടിക്കാണിക്കുന്നതല്ലാതെ ചോദിക്കാൻ പറയാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുക. ഇപ്പം പ്രത്യേകിച്ച് കുടുംബത്തിൽ അധികം ആൾക്കാരില്ലാത്ത വീടുകളിൽ കുട്ടികളൊക്കെ സംസാരിക്കുന്നതിന് ലേറ്റ് ആവാറുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ടും വരാം ഇതിനകത്ത്. ഇപ്പോൾ കേൾവിക്ക് തകരാറൊന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്കതിനകത്ത് വെയിറ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. കുട്ടിയെ കൂടുതൽ സംസാരിപ്പിച്ച് ആ ഓഡിറ്ററി സ്റ്റിമുലേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. പലപ്പോഴും ഈ കുട്ടികളുടെ ചെവിക്ക് കാതിന് കേൾവിക്കുറവുണ്ടെന്ന് കണ്ടാൽ പോലും ഇത്തരം ചികിത്സകൾ, അല്ലെങ്കിൽ ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ കോക്ലിയർ ഇംപ്ലാന്റ് ഒക്കെ എപ്പോൾ തുടങ്ങണം എന്നുള്ളൊരു ടെൻഷൻ, അങ്ങനെ കുഞ്ഞു കൊച്ചിന് ഇത് ചെയ്താൽ എങ്ങനെയുണ്ടാവും? അത്തരം സംശയങ്ങളെക്കുറിച്ച് എന്താണ് പറയുക? നമ്മൾ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ 2 തൊട്ട് 4 വയസ്സ് വരെയാണ് കുട്ടിയുടെ സംസാരം വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചികിത്സ ചെയ്താലും അതിന് മുമ്പ് ചെയ്യണം, എന്നാലേ കുട്ടിക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ തലച്ചോറ് അല്ലെങ്കിൽ ചെവിയും എല്ലാം വളരെ ന്യൂ ആണ്, വളരെ ഫ്രഷാണ്, എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്യാവുന്നതാണ്. അത് ഉപയോഗിക്കാതിരിക്കുന്ന സാധനങ്ങൾ തുരുമ്പെടുത്ത് പോകുമെന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ കേൾവി വേണ്ട സമയത്ത് അത് സ്റ്റിമുലേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു 15 വയസ്സായിട്ടോ അല്ലെങ്കിൽ 20 വയസ്സായിട്ടോ നമ്മൾ എന്തൊക്കെ അതിനകത്ത് ചെയ്താലും വ്യത്യാസം വരാൻ പോകുന്നില്ല. അപ്പോൾ ഒരു കുട്ടിക്കൊരു കേൾവിക്കുറവുണ്ടെന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്താൽ കുട്ടിയുടെ ചികിത്സ അപ്പോൾ തുടങ്ങുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യമേ തന്നെ പോയി ശസ്ത്രക്രിയ ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് കോക്ലിയർ ഇംപ്ലാന്റ് പോലുള്ളത്. നമ്മൾ കുട്ടിയെ ആദ്യം പരിശോധിച്ച് എന്തോരം കേൾവിക്കുറവുണ്ടെന്ന് അസസ് ചെയ്ത് പിന്നെ ആ കുട്ടിക്ക് നമ്മളൊരു ഹിയറിംഗ് എയ്ഡ് അല്ലെങ്കിൽ ശ്രവണ സഹായി കൊടുത്തിട്ട് ഓഡിറ്ററി വെർബൽ തെറാപ്പി, ഒരു ഇൻറ്റൻസീവ് ഓഡിറ്ററി വെർബൽ തെറാപ്പി നമ്മൾ പറയും, ഒരു 3 മാസത്തേക്ക് അല്ലെങ്കിൽ 2 മാസത്തേക്ക് നമ്മൾ കുട്ടിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് അതുകൊണ്ട് വരുന്നുണ്ടോ, ഒരു ഏജ് അഡിക്വേറ്റ് ആയിട്ടുള്ള റെസ്പോൺസസ് ഉണ്ട്. ഇപ്പോൾ കുട്ടി ഒരു സംസാരിക്കാത്ത കുട്ടി അല്ലെങ്കിൽ 1 വയസ്സ് അല്ലെങ്കിൽ 8 മാസമുള്ള കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുന്ന സൗണ്ടിനുള്ളത് ഓരോന്നിനും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ വ്യത്യാസങ്ങൾ കുട്ടിക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും, കുട്ടിക്ക് അത് കൊടുത്ത് വെയിറ്റ് ചെയ്യും. അതല്ല അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെങ്കിൽ നമ്മളൊരു ഇംപ്ലാന്റിനെ കുറിച്ച് ആലോചിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ ഓടിച്ചെന്ന് നമുക്കൊന്ന് ചെയ്ത് പറഞ്ഞു വിടാവുന്നവരുതല്ല. ഈ ഓപ്പറേഷൻ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇത് കഴിഞ്ഞ് കുട്ടിക്ക് ഏകദേശം ഒരു 1-2 വർഷത്തോളം ഇതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അതിന് ആ വീട്ടുകാരെയും മാനസികമായിട്ട് തയ്യാറെടുക്കണം. പിന്നെ ഒരു കേൾവിക്കുറവുള്ള കുഞ്ഞിനെ കൈ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം പേരൻസിനാണെങ്കിലും അവരുടെ റിലേറ്റീവ്സിനാണെങ്കിലും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും കുറച്ചൊക്കെ ആ ഒരു ടൈമും ഇതിനുള്ള സമയം ശരിക്കും പറഞ്ഞാൽ കുറച്ച് വേണം. അപ്പോൾ ഇതിനെല്ലാം ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് അതായിട്ട് കൂട്ടാം. 1 വയസ്സ് കഴിയുമ്പോൾ പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാം. 1 വയസ്സ് എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഓപ്പറേഷനെ കുറിച്ച് കൂടുതൽ ഒരു ഇടവേളയ്ക്ക് ശേഷം പറയാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. നമസ്കാരം. ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. മാഡം ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വിളിക്കുന്നേ. അപ്പൊ എന്റെ മോളുടെ ട്വിൻസ് കുട്ടികൾ 2 കുട്ടികളായിരുന്നു. ഇരട്ടപ്രസവമാണ് അവൾക്കുണ്ടായത്. ഒരു കുട്ടി ആൺകുട്ടി, ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ നല്ലൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇനി ഇരട്ടക്കുട്ടിയായിട്ട് പ്രോബ്ലം ഒന്നും വരണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബൈ ബർത്തിൽ തന്നെ എന്റെ ആ പെൺകുട്ടിക്ക് ക്ലസ്പാലറ്റ് എന്താ അണ്ണാക്കുണ്ടായിരുന്നില്ല. അപ്പൊ അവരൊന്നും അത് ഞങ്ങളോട് പറഞ്ഞില്ല. അവര് അസുഖമാണെന്ന് പറഞ്ഞിട്ട് അവിടെ കിടത്തി 6-7 മാസം കൊച്ചിനെ അവിടെ കിടത്തി ICU ഇട്ടു ഈ പെൺകുട്ടിയെ. എന്നിട്ട് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ കുട്ടി വളരെ മോശം കണ്ടീഷനാണ്. ഞങ്ങൾ പിന്നെ ജൂബിലി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് കൊണ്ടുപോയി. ഇപ്പൊ അവൾ അണ്ണാക്കൽ ഓപ്പറേഷൻ ചെയ്ത് വളരെ ക്ലിയർ ആയി കുട്ടി. പക്ഷെ അവൾക്ക് സംസാരിക്കുമ്പോൾ പല വാക്കുകളും ഇങ്ങനെ
വളരെ ടോക്കറ്റീവാണ് കുട്ടി, വളരെ ആക്റ്റീവാണ്. ഇപ്പോൾ ഞങ്ങളവളെ കളിയാക്കി പൂടന്തേവി എന്ന് വിളിക്കാപ്പോ, അത്രയും ആക്റ്റീവാണ്. പക്ഷെ ഫുൾ വേർഡ്സ് എല്ലാം വരുന്നില്ല. അല്ല, വാക്കുകൾ വരാത്തതാണോ അതോ വാക്കുകൾ സംസാരിക്കുമ്പോൾ ചെറിയ കൊഞ്ഞപ്പ് പോലെ വരുന്നതാണോ കൂടുതൽ ബുദ്ധിമുട്ട്? എന്താ വാക്കുകൾ വരുന്നുണ്ട്, പക്ഷെ കൊഞ്ഞപ്പാണ്. ഒരു ക്ലാരിറ്റി ബുദ്ധിമുട്ടാണ് കൂടുതൽ വരുന്നത്. ഇതിനകത്ത് നമുക്ക് ക്ലെഫ്റ്റ് പാലറ്റ് ഉള്ളപ്പോഴും അതിപ്പോൾ നമ്മൾ റിപ്പയർ ഇതിനകത്ത് വരുമ്പോൾ കുറച്ച് ചെറുതായിട്ട് വരാം. അതിനകത്ത് നമ്മൾ സ്പീച്ച് തെറാപ്പി വേണം. അതായത് കുട്ടിയെ സംസാരിക്കുന്ന രീതികളിൽ നമ്മൾ ആ നാക്കും അല്ലെങ്കിൽ അണ്ണാക്കും ഒക്കെ ചേർന്നാണ് നമ്മുടെ ശബ്ദത്തിൽ ഒരു റെസനൻസ് വരുന്നത്, ക്ലാരിറ്റി വരുന്നത്. അപ്പോൾ അതൊരു കുട്ടിയെ കാണിച്ച് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിച്ച് ഒരു ആശുപത്രിയിൽ കൊണ്ട് അതിനുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടി വരും അതിനകത്ത്. അത് കേൾവി തകരാറ് കൊണ്ട് ആവണം എന്നില്ല. ഓക്കെ ഡോക്ടർ, ഇപ്പം കോക്ലിയർ ഇംപ്ലാന്റിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഈ ചികിത്സ? ഇത് എല്ലാ ഹോസ്പിറ്റൽസിലും ഇത് ലഭ്യമാണോ എന്നൊക്കെ ഒന്ന് പറയാം. ഇതിനകത്ത് കോക്ലിയർ ഇംപ്ലാന്റ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ രണ്ട് സൈഡിലും ജന്മന തന്നെ ആവണം എന്നില്ല, വേറെ പല ഇതുകൊണ്ട് വരുന്നത് ഞരമ്പിൻ്റെ കേൾവിക്കുറവ് വരുന്ന ഇതിനകത്ത് പ്രത്യേകിച്ച് രണ്ട് വശത്തും ഞരമ്പിൻ്റെ കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് നമുക്ക് വേറെ ഒരു ചികിത്സാ രീതികളും ഫലിക്കാത്തത്. അതായത് ഒരു പക്ഷേ നമ്മളൊരു അതിനകത്തൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് കാഴ്ചക്കുറവുണ്ടെങ്കിൽ കണ്ണട ഉപയോഗിക്കാം. അതേസമയം കണ്ണ് കാണാത്തവന് കണ്ണട ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ കേൾവിക്കുറവുണ്ടെങ്കിൽ നമുക്ക് പല ചികിത്സാ രീതികളുമുണ്ട്. പക്ഷേ തീരെ കേൾവിയില്ലാത്ത ഒരു വ്യക്തിക്ക്, ഒരു കുട്ടിയാണെങ്കിലും ഒരു അഡൾട്ട് ആണെങ്കിലും അവർക്ക് കോക്ലിയർ ഇംപ്ലാന്റ് എന്നുള്ള ഒരു ശസ്ത്രക്രിയയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ വളരെ നല്ലൊരു ശ്രുതി തരംഗം എന്നുള്ളൊരു പ്രോജക്റ്റ് ഇപ്പോൾ ഉണ്ട്. അതിനകത്ത് ഇപ്പം സാമ്പത്തിക സ്ഥിതി മോശമായിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ പോലും, അത് 2 ലക്ഷത്തിൽ വാർഷിക വരുമാനത്തിൽ താഴെയുള്ളവർക്കാണെങ്കിലും ഗവൺമെൻറ്റിലോട്ട് അപ്ലൈ ചെയ്ത് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ആശുപത്രികളിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും ചികിത്സ, ഈ ശസ്ത്രക്രിയ ലഭ്യമാണ്. അതിന് വേണ്ട ഇത് ഈ പറയുന്ന ആശുപത്രികളിൽ കൂടെ പോവുകയാണെങ്കിൽ അതിനുള്ള ഇൻഫർമേഷനും സൗകര്യങ്ങളും ലഭ്യമാണ്. പലപ്പോഴും സാമ്പത്തികമായിട്ട് പിന്നിൽ നിൽക്കുന്നവർക്ക് ഇത്തരം ചികിത്സകൾ നമുക്ക് താങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു. അതെ, ഇതിനകത്തൊരു ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് ഇംപ്ലാന്റിൻ്റെ വിലയാണ് പലപ്പോഴും ഇതിനകത്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഘടകമായിട്ട്, പ്രത്യേകിച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഒരു 5-6 ലക്ഷത്തിൻ്റെ അടുത്ത് വരും. പക്ഷേ അതിപ്പം ഈ ഒരു ശ്രുതി തരംഗം എന്നുള്ളത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതിൽ ഇത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഒപ്പം തന്നെ ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള പൈസയും അതിൻ്റെ ഓഡിറ്ററി വെർബൽ തെറാപ്പിക്കുള്ളത് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ സ്റ്റേറ്റിൽ. കേരളത്തിൽ പ്രത്യേകിച്ച് ഇത് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ഇതാണ്. ഇനിയൊരു കുട്ടിയും ഡെഫായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ഒന്നാമത്തെ ഡോക്ടർ, ഇപ്പം വിദേശത്തു നിന്ന് വരെ പലരും ചികിത്സയ്ക്കായിട്ട് ഇവിടെ എത്തുന്നു എന്നുള്ളത് റീസെൻ്റ്ലി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു വാർത്ത തന്നെ വളരെയധികം ആശാവഹമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കേൾവിക്കുറവുണ്ടെന്ന് കണ്ടാൽ ഇങ്ങനെ ആദി പിടിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ആദ്യം പിടിച്ചിരിക്കുന്നതിന് പകരം കൃത്യമായ ഒരു വ്യക്തതയോടുകൂടി നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആദ്യം കണ്ടുപിടിക്കുക. നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുക. പിന്നെ തുടർച്ചയായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്. ഈ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുന്ന കുട്ടികൾ അത് കഴിഞ്ഞ് സാധാരണ കുട്ടികളുടെ ഒപ്പം സാധാരണ സ്കൂളിൽ പോയി പഠിച്ച് സാധാരണ അവർക്ക് കിട്ടുന്ന ഒരു സാധാരണ കുട്ടിക്ക് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും ആ കുട്ടിക്ക് അവെയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.